നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനിയുള്ള ഓരോ ചുവടുകളും അതിനിർണായകവുമാണ്. വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വളരെ ശ്രദ്ധാപൂർവമാണ് അവർ ഓരോ നീക്കങ്ങളും നടത്തുന്നത്. ഇനി ഒരു ചുവടും പിഴച്ചുകൂടാ എന്നവർക്ക് നിർബന്ധമുണ്ട്. ഇന്ന് ഒരു നീക്കം കണ്ടു. അത് CPM-ന്റെ ഭാഗത്തു നിന്നാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു കേസ് പൊടി തട്ടിയെടുത്തിരിക്കുന്നു. അഴിമതി ആര് കാണിച്ചാലും അത് പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും തുറന്നു കാണിക്കുകയും ശിക്ഷിക്കുകയും വേണം. പക്ഷേ 11 മാസം മുമ്പ് നടപടി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് ഇപ്പോൾ മാത്രം പുറത്തെടുക്കുന്നതിന് പിന്നെ ലക്ഷ്യമെന്താണ്? പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ FCRA ലംഘനമുള്ളതിനാൽ CBI അന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ശുപാർശയാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 19 പുറത്തുവന്ന വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സതീശന് ക്ലീൻ ചിറ്റുമാണ്. രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. സർക്കാർ തീരുമാനിക്കുമെന്ന് CPM-ഉം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം അപ്രതികരണങ്ങൾക്കാണ്. CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRA വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ അതും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക് നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. അവർ ഒരു കേസും CBIയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ, എനിക്കൊരു വിരോധമില്ല. ഞാൻ റെഡിയാണ്. ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. CBI അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര, കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, CPM-ൽ നിന്ന് AK ഷാനിബ്, അതോടൊപ്പം തന്നെ അഭിഭാഷകൻ ശ്രീറാം പറക്കാട്ട് എന്നിവരാണ്. പരാതിക്കാരൻ ജെയ്സൺ അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം ഷാനിബിലേക്ക് പോവുകയാണ്. ഷാനിബ്, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണം വളരെ മുമ്പ് തന്നെ 2018 ശേഷം തന്നെ ഈ ആരോപണം വന്നതാണ്. അന്ന് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച പരാതി എത്തുകയും ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഒക്കെ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് അന്വേഷണം ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്നേക്ക് 11 മാസം കഴിയുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരമുള്ള നടപടിയിലേക്ക് സർക്കാർ പോവുകയാണ്. അതായത് ഇതിൽ FCRA ലംഘനമുള്ളത് കൊണ്ട് CBI അന്വേഷിക്കേണ്ട കേസാണ്. ആ അന്വേഷണത്തിലേക്ക് പോകണമെന്നുള്ള ശുപാർശയിന്മേൽ നടപടിയിലേക്ക് പോകുന്നു. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, വിജിലൻസ് റിപ്പോർട്ട് 11 മാസം പൂഴ്ത്തിവെച്ചത്? എന്തിനാണ്? ആരാണ് അതിന് ഉത്തരവാദി? 11 മാസം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന നിലയിൽ നിങ്ങൾ ആ കാര്യത്തെ വിശദീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു റിപ്പോർട്ട്, വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലെത്തുന്നു. സ്വാഭാവികമായും ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ട് കൂടിയുള്ള ശ്രീ VD സതീശനെതിരെയുള്ള ഒരു പരാതി എന്ന നിലയിൽ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾക്കെതിരെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ പരിശോധനകൾക്കായി തുടർ പരിശോധനകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി വിജിലൻസിന് അത് കേസെടുക്കാനുള്ള സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികൾക്ക് കേസെടുക്കാനോ അത് കേസുമായി മുന്നോട്ട് പോകാനോ സാധ്യതയില്ലാത്തൊരു കേസാണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ FCRA നിയമത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിന്മേൽ അത് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിയതായിട്ടുള്ള വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അത് ഗവൺമെൻറ് ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് CBIക്ക് വിടാനുള്ള തീരുമാനമെടുത്തതായി ഇപ്പോഴും പുറത്തു വന്നതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന വാർത്ത തന്നെയാണല്ലോ നിങ്ങളും ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു പരാതി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ
അവധാനതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ നിങ്ങൾ അതിനെ പൂഴ്ത്തിവെക്കുന്നു എന്നും അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോയി എന്ന നിലയിൽ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. മറ്റൊരു ഘട്ടത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് കിട്ടിയ ഉടനെ നടപടിയെടുക്കുന്നു എന്ന നിലയിൽ നിങ്ങൾ അതിനെ അവതരിപ്പിച്ചേനെ. പക്ഷേ 11 മാസം എന്ന് പറയുന്നത് വലിയ കാലയളവല്ലേ ശ്രീ ഷാനിബ്? കാരണം വിജിലൻസ് ഡയറക്ടറാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ലീഗൽ ആക്ഷൻ അണ്ടർ ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 ഫോർ ദ വയലേഷൻ ഓഫ് സെക്ഷൻ 32A ഓഫ് ദ സെഡ് ആക്ട് എന്ന് കൃത്യമായി പറയുകയും അതിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് 11 മാസം ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കേണ്ട കാര്യം എന്താണ്? അത് പ്രതിപക്ഷ നേതാവ് ആണ് എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് മാറ്റിവെക്കേണ്ട കാര്യവുമില്ലല്ലോ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ മാറ്റി നിർത്തുക? ഒരു അഴിമതി ആരോപണമാണ്, അല്ലെങ്കിൽ ഒരു ചട്ടലംഘനമാണ്. അത്തരം ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാതിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി ആ റിപ്പോർട്ടിന്മേൽ പരിശോധനകൾ നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേസെടുക്കേണ്ടതാണ് എന്ന നിലയിൽ അത് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഏജൻസി പരിശോധിക്കേണ്ട കേസല്ല എന്നും കേസെടുക്കേണ്ടതല്ല, സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കേണ്ടതല്ല എന്ന നിലയിലുള്ള റിപ്പോർട്ടാണല്ലോ നമുക്ക് ഗവൺമെൻറ്റിന് മുമ്പിൽ എത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞത്. അത് ഏതെങ്കിലും റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നു എന്ന നിലയിലല്ല, അവധാനതയോടുകൂടി ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒരു കേസിന് ഉപയോഗിക്കുന്നില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാണത്. ആ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം ഈ പറയുന്നത് പോലെ അത് CBIക്ക് വിടണമോ എന്ന കാര്യത്തെക്കുറിച്ച് സർക്കാർ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ പരാതി ഇതുമായി ബന്ധപ്പെട്ട ആരുടെ മൊഴിയിൽ മേലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ കൂടി പരാതിയുമേൽ അവരുടെ കൂടി മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാം, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ പരിസ്ഥിതി പഠനത്തിന് വേണ്ടി ബർമിംഗ്ഹാമിൽ പോയി എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പ്രതികരണം നമ്മൾ കാണുകയുണ്ടായി. ഞാൻ അവിടെ പോയി പണം പിരിച്ചിട്ടുണ്ട്, ഞാൻ മറ്റ് ഗൾഫ് നാടുകളിൽ പോയി സഹായം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പണം പിരിച്ച് എൻ്റെ നാടിനെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കേരളത്തിന് മുമ്പിൽ ഒരു ചോദ്യമായി ഉയർന്നു വന്നിട്ടുള്ളത്. രണ്ട് കാര്യമാണ്. ഒന്ന്, അദ്ദേഹം നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ വിദേശ നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ട വകുപ്പിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടി വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതാണ്. അപ്പോൾ അതിന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് കുറ്റവിമുക്തനാണ് എന്നതിൻ്റെ റിപ്പോർട്ടുണ്ട് എന്നാണ്. എന്താണ്, എത്ര വിദഗ്ധമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ ഇദ്ദേഹം അവിടെ പോയി പണം പിരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ആ പണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുമില്ല. അപ്പോൾ അവിടെ പോയി പണം പിരിച്ചിട്ടുണ്ടെന്നും ആ പണം ഉപയോഗിച്ച് പുനർജനിയിൽ വീടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഈ പുനർജനി പദ്ധതിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ അക്കൗണ്ടിലേക്കോ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കോ പണം വരുന്നില്ല, നേരെ മറിച്ച് ബെനിഫിഷ്യറിയെ കണ്ടുപിടിക്കുക എന്നുള്ള ദൗത്യമാണ് ഇത് നടത്തുന്നവർ, സംഘാടകർ ചെയ്യുന്നത്. ആ ബെനിഫിഷ്യറിക്ക് സ്പോൺസർ നേരിട്ട് സഹായം എത്തിക്കുന്നു, സ്പോൺസർ നേരിട്ട് ഈ വീടുകൾ പൂർത്തിയാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അക്കൗണ്ടിലേക്ക് പണം വരാത്ത രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് വിദേശത്ത് പോയിട്ട് 500 പൗണ്ട് നിങ്ങൾ ഓരോരുത്തരും തരികയാണെങ്കിൽ അത് ഈ പറയുന്ന പ്രളയബാധിതരെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് അത് ചെലവഴിക്കപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഓരോ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തി ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൈമാറുകയല്ലോ ചെയ്തത്. ഇത്ര ആളുകൾ, ഇത്ര ബെനിഫിഷ്യറീസ് ഉണ്ട്, ഇത്ര ആളുകൾക്ക് അർഹരായ ആളുകളുണ്ട്, അവരുടെ ലിസ്റ്റ് ഇതാണ്, അവരുടെ ആവശ്യങ്ങൾ ഇന്ന ആവശ്യങ്ങളാണ് എന്നല്ലോ പറഞ്ഞത്. അദ്ദേഹം ഒരു ഫണ്ട്, ഒരു കൃത്യമായ ഒരു എമൗണ്ട് പറഞ്ഞ് ആ എമൗണ്ട് പണം പിരിക്കുന്നതാണല്ലോ നമ്മൾ കണ്ടത്. ആ വീഡിയോ പുറത്തു വന്നതാണ്. ഞാൻ പരാതിക്കാരനായ ജെയ്സൺ പാനികുളങ്ങര ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ജെയ്സൺ, താങ്കളാണ് ഈ പരാതി നൽകിയ ആൾ. താങ്കളുടെ പരാതി എന്താണ്? താങ്കളുടെ പരാതി നേരത്തെ ഹൈക്കോടതിയിൽ തള്ളുകയും പിന്നീട് വിജിലൻസിലേക്ക് പ്രാഥമിക പരിശോധനയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തല്ലോ. താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ?
ഞാനൊരു രോഗിയായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ദീർഘനേരം സംസാരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് നിർത്തേണ്ട ഒരു സ്ഥിതിയാണ്. എൻ്റെ പരാതി തുടങ്ങുന്നത് 2020 2020 ശ്രീ സതീശന് വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ എന്നുള്ള വിവരാവകാശം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് എഴുതി ചോദിക്കുകയും അതനുസരിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എനിക്ക് തന്ന റിപ്ലൈ അനുസരിച്ച് അങ്ങനെ ഒരു പൈസ വിദേശത്ത് നിന്ന് പിരിക്കാൻ ശ്രീ VD സതീശന് അനുമതി കൊടുത്തിട്ടില്ല. കൂടാതെ അദ്ദേഹത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷനും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇനി ഏതെങ്കിലും രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമോ മറ്റേതെങ്കിലും ഏജൻസിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി അതിൻ്റെ കണക്കുകൾ സമർപ്പിക്കേണ്ടതുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറുകളും ശ്രീ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഫെറ, ഫെമ തുടങ്ങിയ വിദേശവിനിമയ ചട്ടങ്ങളുടെ വലിയ ലംഘനമാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. അത് ആണ് ഈ വിഷയത്തിൽ 2020 ചോദ്യം ചെയ്യപ്പെടുകയും അന്ന് ഞാൻ ഈ വിഷയം CBIക്ക് കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് CBIക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ CBI അത് സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസിന് റെഫർ ചെയ്തു. അതായത് ഈ കേസ് സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ച് അത് പ്രൊസീജിയർ എന്നുള്ളതായിരിക്കും അന്വേഷിച്ച് അത് നടപടി സ്വീകരിക്കണമെന്ന്. യഥാർത്ഥത്തിൽ വിദേശ വിനിമയ ചട്ട ലംഘനം അനുസരിച്ചുള്ള കേസ് അന്വേഷിക്കാൻ ഈ പറയുന്ന വിജിലൻസ്, കേരളത്തിലെ വിജിലൻസിന് അധികാരം ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ആ കേസ് ഇത്രയും കാലം നീണ്ടു കഴിഞ്ഞപ്പോൾ 2020 വീണ്ടും ചെറിയ സംശയം ചോദിച്ചോട്ടെ, അങ്ങനെ അധികാരമില്ലാത്ത വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് CBI ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതാവശ്യപ്പെടുന്നത് നടപടിക്രമമാണ്. അതായത് ഈ വിജിലൻസിന് ഈ CBIക്ക് ഒരു പരാതി കൊടുത്താൽ CBIക്ക് ആ കേസിൽ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ കേരളത്തിലെ വിജിലൻസ് അതിൽ ഒരു അന്വേഷണം നടത്തി അദ്ദേഹം നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ആ പ്രിവിലേജിനെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയോ കേരള ഹൈക്കോടതിയോ സ്പീക്കറോ ആരെങ്കിലും അനുമതി കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലൊരു അന്വേഷണം നടത്താൻ നിയമപരമായ അവകാശമുള്ളൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സമീപിച്ചിരുന്നോ പരാതിയുമായി? ഞാൻ അതിന് ശേഷം EDയെ സമീപിച്ചിരുന്നു. പക്ഷേ EDക്കും കേസെടുക്കാൻ ഈ പറയുന്ന CBIയുടെ അന്വേഷണത്തിലുള്ള റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിലെ പ്രധാന കടമ്പ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടാവണം. വിജിലൻസ് അന്വേഷിച്ച ശേഷം എന്ത് മറുപടിയാണ് താങ്കൾക്ക് ലഭിച്ചത്? കേരള ഹൈക്കോടതിയിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കേരള ഹൈക്കോടതിയിൽ ചോദിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇവിടുത്തെ വിജിലൻസ് പറഞ്ഞത് ഇത് പ്രിമച്വറാണ് കേസ്, അതുകൊണ്ട് കുറച്ചുകൂടി കഴിയട്ടെ. ഇവിടുത്തെ വിജിലൻസ് പറഞ്ഞത് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, മറ്റ് ഏജൻസികൾക്കൊക്കെ പരാതി കൊടുക്കുമ്പോഴും അവർ അതിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിൽ കൃത്യമായ ഒരു മറുപടി എനിക്ക് ലഭ്യമായിട്ടില്ല. അതായിരുന്നു ഈ കാലം മുഴുവൻ സംഭവിച്ചിട്ടിരുന്നത്. അങ്ങനെ 5 വർഷത്തോളം നീണ്ടുപോയി. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ താങ്കൾ ഈ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണ്? അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം പ്രളയാനന്തരമുണ്ടായ നഷ്ടങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പദ്ധതി തുടങ്ങുന്നത്. അങ്ങനെ ഒട്ടേറെ വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകി, തയ്യൽ മെഷീൻ നൽകി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഒരു പദ്ധതി പോകുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അതിൽ പരാതിയുമായി പോകാനുണ്ടായ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് അങ്ങനെ പോകാനായിട്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ലാൻഡ് ലോ അനുസരിച്ച് അങ്ങനെ പോകാനുള്ള അധികാരം ഇല്ല. കാരണം 2018 പ്രളയകാലത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ
കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും കൊടുത്തില്ല. അങ്ങനെ വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കാൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അന്നൊരു നിയമസഭാ സാമാജികൻ മാത്രമായിരുന്ന ഒരു ആൾ ഒറ്റയ്ക്ക് പോയി പൈസ പിരിക്കുന്നത് നിയമലംഘനമാണ്. ആ നിയമലംഘനം നടത്താൻ എനിക്കോ നിങ്ങൾക്കോ ഈ രാജ്യത്തെ ഒരു പൗരനും അതിനുള്ള അവകാശം ഇല്ലാത്തത് ലംഘിച്ചതിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ മാത്രം അകലത്തിൽ ഇതേപോലെ തന്നെയുള്ള വലിയ ദുരന്തം ഉണ്ടായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളെന്നുള്ള നിലയിലും ഞങ്ങളൊക്കെ ഇത്തരത്തിൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രാദേശിക സഹായങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ താങ്കൾക്ക് ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിനൊക്കെ താങ്കൾക്ക് പക്ഷേ CPM-ന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുടെയോ സഹായം ഉണ്ടായിരുന്നു? എനിക്ക് CPM-ന്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ കാതിക്കുട ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രളയ ദുരന്തം ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് സതീശനൊന്നും ഈ പ്രദേശത്തെക്കുറിച്ചിട്ട് VD സതീശൻ യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടുകളും ഞങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുന്ന ആനുകൂല്യത്തിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു നിലപാടിൻ്റെ ഭാഗമുണ്ട്. അതേപോലെ തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സമരങ്ങൾ, പാരിസ്ഥിതിക സമരങ്ങളിലൊക്കെ സതീശൻ എടുത്തിട്ടുള്ള VD സതീശൻ MLA എടുത്തിട്ടുള്ള അന്നത്തെ നിലപാടുകൾ ഗുരുതരമായ തെറ്റായിട്ടുള്ള വഴിക്കാണ് അന്നെടുത്തത്. താങ്കൾക്ക് ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ കുറച്ചു നേരം കൂടി തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിജേഷ് അരവിന്ദിലേക്ക് പോവുകയാണ്. നിജേഷ് അരവിന്ദ്, നേരത്തെ ഷാനിബും ഇപ്പോൾ ജെയ്സൺ സംസാരിച്ച് താങ്കൾ കേട്ട് കാണും. അതായത് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ ജെയ്സൺ, ഓക്കെ. നിജേഷ്, അതായത് ഇദ്ദേഹം പറയുന്നത് സതീശൻ കൃത്യമായി ഈ നിയമലംഘനം നടത്തിയിട്ടുണ്ട്, ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം പരാതിയുമായി പോയത് എന്നുള്ളതാണ്. അതിനുശേഷം വിജിലൻസ് ആ കേസ് അന്വേഷിക്കുകയും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരമൊന്നും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടില്ല. ഈ കേസ് എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? VD സതീശൻ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഈ ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലേ? അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. ഞങ്ങളുടെ പ്രദേശത്തെ അദ്ദേഹം മാനിച്ചിട്ടില്ല, അതാണ് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാതി തികച്ചും വ്യക്തിയാധിഷ്ഠിതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? 3.5 കോടി ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് VD സതീശൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അതിന് നിയമപരമായ വഴിയിലേക്ക് പോകട്ടെ. പോയപ്പോൾ എന്ത് ചെയ്തു? കോടതിയെ എടുത്ത് എറിഞ്ഞു. വിജിലൻസ് എന്ത് ചെയ്തു? അത് എടുത്തെറിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്തേക്ക് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാവണം. ആ സാധനം ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിച്ചിട്ടുണ്ട്. കാരണം എന്താ? സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു കേസിൽപ്പെട്ട്, പ്രത്യേകിച്ചും ഒരു തൊണ്ടി മുതൽ അടിവസ്ത്രം എടുത്ത് അത് വെട്ടിച്ചുരുക്കി തൊണ്ടി മുതലാക്കി ഒരു നാർക്കോട്ടിക് കേസിൽ പ്രതിയെ സഹായിച്ച ഒരു ഇടത് MLA-യുടെ സ്ഥാനം പോയ ദിവസമാണ് ഇന്നലെ. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ആ ഇടത് MLA-യുടെ ധാർമ്മികതയാണ്. അത് ചർച്ച ചെയ്യരുത്. അത് ചർച്ച ചെയ്തിരിക്കാൻ എന്ത് വേണം? ഏതോ ഒരാൾ രാവിലെ ഒരു സാധനം എടുത്തു, VD സതീശന്റെ CBI എൻക്വയറി. സ്വാഭാവികമായിട്ടും എന്താണ്? കാള വെറ്റു എന്ന് കേട്ടപ്പോൾ എല്ലാവരും കൂടി ഓടി, കയറെടുത്ത് ഓടി. വൈകുന്നേരമായപ്പോഴേക്കും ഏകദേശം അതിന്റെ ഫ്യൂസ് പോയി. എന്നാലും ഫ്യൂസ് പോയപ്പോൾ ഉച്ചയ്ക്കൊക്കെ ചർച്ച തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്കത് മാറ്റാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ആ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നു. അതിന് ഈ ഒരാളെ, ഒരു പരാതിക്കാരെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു കൊണ്ടുവരുന്നു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിനൊരു വാല്യൂം കൊടുത്തിട്ടില്ല. പിന്നെ അദ്ദേഹം ഇടതുപക്ഷ പ്രതി എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യം എന്ത് ഗോവിന്ദ മാഷോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആളുകളോ പറയട്ടെ, VD സതീശൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നടപടി എടുക്കുന്നു. നിജീഷ, ഇവർ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് VD സതീശന്റേതായിട്ട് തന്നെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലണ്ടനിൽ വെച്ച് അദ്ദേഹം നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്ര രൂപ, ഇത്ര പൗണ്ട് നിങ്ങൾ ഓരോ വീടുകൾക്ക് വേണ്ടിയും ഒക്കെ നൽകിക്കഴിഞ്ഞാൽ അത് വലിയ സഹായമാകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അവിടെയുള്ള ആളുകൾ ഇങ്ങനെ പണം നൽകി എന്നതിന് തെളിവായി അവർ ഹാജരാക്കുന്ന ഇത്തരം വീഡിയോകളാണ്. അതൊക്കെ സതീശനെതിരെയല്ലേ? എൻ്റെ മകന്റെ കേസ് ഒത്തുതീർക്കാനോ എൻ്റെ മകളുടെ അക്കൗണ്ടിലേക്കോ എൻ്റെ കുടുംബത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കാനോ VD സതീശൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്.
VD സതീശൻ ചോദിച്ചത് എനിക്കൊരു പുനർജനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിലേക്ക് എന്നെ ഒരുപാട് സംഘടനകൾ സഹായിക്കുന്നുണ്ട്, ആ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ സഹായിച്ചാൽ അത് പറവൂർ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള കുറെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം കിട്ടും, ഞാൻ അതിന്റെ ആളുകളെ ബെനിഫിഷ്യറിയെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഏകദേശം 360ഓളം ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, മറ്റ് ജീവിത ഉപാധികൾ കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ ഒരു MLA ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് വിധി എഴുതിക്കോ. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ MLA-മാർ ജനകീയ കോടതിയിലേക്ക് 5 വർഷം സഹായം നൽകിയതിനെ അല്ല ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നത്. അത് ശരിയായ രീതിയിലാണോ, അവിടെ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. വിദേശ നാണയ വിനിമയ ചട്ടം അടക്കമുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ആ ഇടതുപക്ഷ CPM-ന് പ്രതിയുടേതായിരുന്നു. 11 വർഷം എന്തിന് ഇത് അടവെച്ചു എന്നല്ലേ? 2020 ഈ കാര്യം കിടക്കുന്നത് കേരളത്തിലെ പിണറായി വിജയന്റെ വിജിലൻസിനകത്താണ്. അവരന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. അദ്ദേഹം VD സതീശൻ പറഞ്ഞില്ലേ, പേടിച്ചു പോയി, CBI വന്ന് ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ ഈ CBI അന്വേഷണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് 50 ലക്ഷവും 1 കോടിയൊന്നും ചെലവാക്കിയിട്ടില്ല, ചെലവാക്കാൻ പോല. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഒറ്റ കാര്യം പറയും, ഇതേ മീഡിയ വണ്ണിന്റെ ഫ്ലോറിൽ വെച്ച് ശബരിമല നമ്മുടെ സ്വർണ്ണക്കൊള്ള കേസ് വന്ന സമയത്ത് ഏതോ ഒരു ചർച്ചയിൽ ഈ CBI-യുടെ കാര്യം പറഞ്ഞപ്പോൾ അന്നത്തെ ഇടതു പ്രതിനിധി പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇത് CBI എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ കൂട്ടിലെ തത്തയാണ്, ആ തത്തയിലേക്ക് കേരളത്തിലെ ഇടതുഭരണത്തെ കൊണ്ടുപോകാനാണ് കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്നു. 11 മാസം അടവെച്ച, 11 മാസം മിണ്ടാതിരുന്ന, 11 മാസം ഒരക്ഷരം മിണ്ടാത്ത നിങ്ങൾക്ക് ഈ ഭരണത്തിന്റെ അവസാന കാലമാകുമ്പോൾ എങ്ങനെ നരേന്ദ്രമോദിയുടെ, നിങ്ങൾ പറഞ്ഞ CPM തന്നെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഉപകരണമായ CBI ഒരു വിശ്വാസമുള്ള വസ്തുവായി മാറിയെന്ന ലളിതമായ ചോദ്യമാണ്. ഞാൻ തിരിച്ചു വരാം. ഞാൻ ശ്രീറാം പറക്കാട്ടിലേക്ക് പോകണം. അതിനു മുമ്പ് ഞാൻ ഒന്ന് ജെയ്സണിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജെയ്സൺ, താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ പറയുന്ന 11 മാസത്തെ ഒരു കാലാവധി ഉണ്ട്. വിജിലൻസ് റിപ്പോർട്ട് നൽകി. താങ്കൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചു, CBI സമീപിച്ചു, ED-യെ സമീപിച്ചു. അവിടെ നിന്നൊന്നും താങ്കൾക്ക് കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള ആവശ്യമൊക്കെയാണ് CBI-യും ED-യും ഒക്കെ പറയുകയും ചെയ്തത്. പക്ഷേ വിജിലൻസ് ആയിരുന്നു താങ്കളുടെ ഒരു ശരണം. ആ വിജിലൻസ് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 11 മാസം അത് സർക്കാർ പരിഗണിക്കാതെ ഇരുന്നത് എന്ന് താങ്കൾ അന്വേഷിച്ചില്ലേ? താങ്കൾക്ക് എന്ത് മറുപടിയാണ് ഇതിൽ കിട്ടിയത്? ഇത് 11 മാസമല്ല, 5 വർഷമായിട്ട് ഉള്ളൊരു ഫയലാണ്. റിപ്പോർട്ട് നൽകിയ ശേഷമുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്ത കേസ് 2025 ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തപ്പോൾ കേസ് തള്ളിക്കളഞ്ഞില്ല. അന്നത്തെ ഇവിടുത്തെ വിജിലൻസ് ലോയർ അന്ന് പറഞ്ഞത് ഈ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇപ്പോൾ ഈ കേസ് പ്രിമച്വറാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, ഒരു ഏജൻസി അന്വേഷിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞങ്ങളത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അതിനുശേഷം വിജിലൻസിന് വീണ്ടും പരാതി കൊടുത്തു. ഓരോ ഘട്ടത്തിൽ പരാതി കൊടുക്കുമ്പോഴും അതെല്ലാം ഈ പറയുന്ന രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ വരുമ്പോൾ ഈ പറയുന്ന കേസ് ഇപ്പോൾ വന്നതിൻ്റെ പിന്നാമ്പുറത്തുള്ള രാഷ്ട്രീയ താല്പര്യമൊന്നും എനിക്കറിയാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ 5 മാസമായി ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് കിടപ്പിലാണ്. ഞാനിത് അന്വേഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഞാനിതിൻ്റെ രാഷ്ട്രീയം കാണാനല്ല. ഓരോ കേസ് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന പല ആളുകളും രാഷ്ട്രീയം പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ ജയ്സൺ, ഞാൻ ചോദിക്കുന്നത് അതിന്റെ പൊളിറ്റിക്സ് അല്ല, ഞാൻ ചോദിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ. താങ്കൾ ഇത് ഫോളോ ചെയ്യുന്ന ഈ കേസ് ഫോളോ ചെയ്തൊരു വ്യക്തിയാണല്ലോ, താങ്കളാണല്ലോ പരാതിക്കാരൻ. സ്വാഭാവികമായും വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തോ, അതിൽ എന്ത് നടപടി ഉണ്ടായോ എന്നൊക്കെ സ്വാഭാവികമായും നമ്മൾ അന്വേഷിക്കുമല്ലോ. കഴിഞ്ഞ 5 വർഷമായി ഇതിന് പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ 11 മാസം മുമ്പ് റിപ്പോർട്ട് കൊടുത്തിട്ടും അതിൽ തുടർ നടപടി ഉണ്ടാകുന്നില്ലേ എന്ന് താങ്കൾ അന്വേഷിച്ചിരുന്നോ? എന്തെങ്കിലും മറുപടി ലഭിച്ചിരുന്നോ? അത് പൂർണ്ണമായിട്ടും അന്വേഷിച്ചിരുന്നു. അപ്പോൾ കോടതിയിൽ ഇത് ചെയ്തിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടിയുണ്ട്, വിജിലൻസിൽ നിന്ന് കിട്ടിയ മറുപടിയുണ്ട്. എല്ലാത്തിലും പറയുന്നത് അന്വേഷണം നടക്കുന്നു. അത് വിട്ടിട്ട് ഇത് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ട ഒരു കേസല്ല.
വിജിലൻസിന് വിദേശ രാജ്യത്ത് പോയി ഫോറിൻ വിനിമയ ചട്ടം അനുസരിച്ചിട്ടുള്ള പൈസ സംഘടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ ഇത് ലോകേഷ് ഗുപ്ത കൊടുത്ത റിപ്പോർട്ടാണ്. അതിനുശേഷം മനോജ് എബ്രഹാമും അതിനുശേഷം മറ്റൊരു ഉദ്യോഗസ്ഥനുമൊക്കെ റിപ്പോർട്ട് കൈമാറിയതായി താങ്കളുടെ അറിവിലുണ്ടോ? ആ റിപ്പോർട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഇവിടെ ഒരു അന്വേഷണം നടത്തി എന്നല്ലാതെ വിദേശ രാജ്യത്ത് അന്വേഷണം നടത്തി എന്ന് മനോജ് എബ്രഹാമിനോ ഇവിടെയുള്ള വിജിലൻസിൻ്റെ ആർക്കും പറയാനുള്ള അധികാരമില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു അധികാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വളരെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുന്ന നിയമം അറിയുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകും. വളരെയധികം നന്ദി ശ്രീ ജെയ്സൺ, ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് താങ്കളുടെ ആരോഗ്യസ്ഥിതിയിലും താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഞാൻ അടുത്തതായി ശ്രീറാം പറക്കാട്ടിലേക്ക് പോവുകയാണ്. ശ്രീറാം പറക്കാട്ട്, ഈ കേസിൻ്റെ കാരണമായത് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനമാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതായത് വിദേശത്ത് പോയി പണം പിരിക്കാനുള്ള അധികാരം ഒരു MLA ആയിരുന്ന അന്ന് MLA മാത്രമായിരുന്ന സതീശന് അവകാശം അല്ലെങ്കിൽ അധികാരം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഉള്ള പരാതി എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് വിദേശത്ത് പോകുന്നു, അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നു, അതിനുശേഷം അവിടെയുള്ള സ്പോൺസർ ഇവിടെയുള്ള ബെനിഫിഷ്യറിയെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടോ, ചട്ടലംഘനമുണ്ടോ? ഈ FCRI ആക്ട് അനുസരിച്ചിട്ട് അതിലെ 2 നിയമങ്ങളുണ്ട്. ഒന്ന് 3(1)C, അതുപോലെ തന്നെ 3(2). ഈ ചട്ടങ്ങൾ അനുസരിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമായിട്ടുള്ള ഒരാൾക്കോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ FCRI ലൈസൻസ് ഇല്ലാതെ പണം ചോദിച്ചു കൂടാ എന്നുള്ളതാണ്. നമ്മൾ പ്രളയബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഭവന നിർമ്മാണം നടത്തി കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗവും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരാളും വിദേശത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് പണം പിരിക്കുന്നതിന് FCRI ചട്ടം ചില വിലക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിലക്കുകളെ ധ്വംസിച്ചിട്ടുണ്ടോ? ആ FCRI ചട്ടം അനുസരിച്ചിട്ട് ലൈസൻസുകൾ ഉള്ള എൻറ്റിറ്റീസ് ആണോ പണം പിരിച്ചിട്ടുള്ളത്? ആ എൻറ്റിറ്റീസിന്റെ പേരിലാണോ പണം ചോദിച്ചിട്ടുള്ളത്? അതോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിലാണോ പണം ചോദിച്ചിട്ടുള്ളത്? ഈ പണം കൊടുത്തിട്ടുള്ളവർ എന്ത് പേരിലാണ് പണം കൊടുത്തത്? അത് കോൺഗ്രസ് പാർട്ടിയുടെ പേരിലോ ഓപ്പോസിഷൻ പാർട്ടിയുടെ പേരിലോ ആണോ എന്ന ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് CBI ആയാലും വിജിലൻസ് ആയാലും അന്വേഷിക്കേണ്ടത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള ഒരു തെറ്റ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. സാങ്കേതികമല്ലാതെ ഒരു കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നുള്ളൊരു കേസ് ആർക്കും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാങ്കേതികമായ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിദേശത്തുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ, കാരണം അവരൊക്കെയാണല്ലോ സ്പോൺസർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിലെ സാങ്കേതികമായ പ്രശ്നം തന്നെയാണ്. താങ്കൾക്ക് അത് കൃത്യമായ ഉത്തരം പറയാൻ കഴിയും. ഇപ്പം മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ പദ്ധതികളൊക്കെ ഇവിടെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ പണം വന്നിരിക്കുന്നത് ഈ മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും. അവർക്ക് FCRI ലൈസൻസ് ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ എന്താണ് ലംഘനം? ഈ FCRI ലൈസൻസ് ഉള്ള മണപ്പാട്ടിൽ ഫൗണ്ടേഷന് വേണ്ടിയാണോ പണം പിരിച്ചിരുന്നത്? കാരണം ചില വീഡിയോസ് ഒക്കെ VD സതീശൻ പണം ചോദിക്കുന്നതായിട്ടുണ്ട്. ഈ FCRI ആക്ട് സ്പെസിഫിക് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നത് അതിൻ്റെതായ കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് FCRI ആക്ടിന്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മണപ്പാട്ടിൽ എന്ന് പറയുന്ന FCRI ലൈസൻസ് ഉള്ള എൻറ്റിറ്റിയുടെ പേരിലാണോ പിരിച്ചിരിക്കുന്നത്? അപ്പൊ അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇത് വിലക്കുന്ന എന്തുകൊണ്ടാണ്? പൊളിറ്റിക്കലായിട്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കും FCRI ആക്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സാങ്കേതികമായിട്ടൊരു ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അത് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ എവിഡൻസ് വിദേശത്ത് നിന്ന് കളക്ട് ചെയ്താൽ അത് എന്ത് പേരിലാണ് ഇത് ചോദിച്ചിട്ടുള്ളതെന്നും അവർ എന്ത് പേരിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവർ പറയുന്നത് പോലെ, അതായത് പുനർജനി പദ്ധതിയുടെ ഭാരവാഹികൾ പറയുന്നത് പോലെ അവിടെ ഒരു സ്പോൺസർ, ഇവിടെ ഒരു ബെനിഫിഷ്യറി, അതിനിടയ്ക്ക് പണം വാങ്ങുന്ന ഒരു ഏജൻസിയോ ഒരാളോ ഇല്ല. നേരെ സ്പോൺസർ ബെനിഫിഷ്യറിക്ക് നേരിട്ട് പണം കൊടുക്കുന്നു, അങ്ങനെ അവിടെ വീടോ എന്തോ ഉണ്ടാക്കുന്നു. അതിൽ എന്തെങ്കിലും ചട്ടലംഘനം നടക്കുന്നുണ്ടോ? അതിൽ FCRI ലൈസൻസിൻ്റെയോ മറ്റോ പ്രശ്നം അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും FCRI റഷീം അനുസരിച്ച് അവർ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും.
എന്നാൽ അതൊരു ചട്ടലംഘനമാണോ അല്ലയോ എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് കൃത്യമായ സാങ്കേതികമായ രീതിയിൽ FCRI ലൈസൻസ് ഉള്ള ഒരു എൻറ്റിറ്റി, ആ എൻറ്റിറ്റിക്ക് വേണ്ടി തന്നെ പണം പിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതാണ് FCRI ആക്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സാങ്കേതികമായ ചട്ടലംഘനം തീർച്ചയായും നടന്നിട്ടുണ്ടാവും. കാരണം ഇവർ ഈ പറയുന്ന പോലെ അല്ല ആക്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൽ കവിഞ്ഞ് സാങ്കേതികമായ ഒരു ചെറിയ ചട്ടലംഘനത്തിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും ഇതിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും നല്ലതല്ലേ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത്. കാരണം നാളെ കേരളത്തിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പണം പിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ എല്ലാവർക്കും വേണ്ടി ചിന്തിക്കുമ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വിദേശത്തിൽ നിന്നും പണം വരുമ്പോൾ അത് കറക്റ്റായ ഒരു രീതിയിലൂടെ ചെയ്യുന്നതല്ലേ നല്ലത്. അതിലൊന്നും ആർക്കും സംശയമില്ല. അത് എങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഞാൻ ഷാനിബിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഷാനിബ്, നേരത്തെ നിജേഷൊക്കെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് എന്നാണ് CBI ഒരു നല്ല ഏജൻസിയായി CPM-ന് തോന്നിയത്? കേരളത്തിൽ എത്ര കേസുകൾ സ്വമേധയാ സർക്കാർ, LDF സർക്കാർ CBI-ക്ക് വിട്ടിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഇപ്പോൾ സതീശൻ്റെ കാര്യത്തിൽ CBI-യെ LDF പിണറായി വിജയൻ വിശ്വസിക്കുന്നത്? ഈ പറയുന്ന പിന്നെ കോൺഗ്രസ്സിന്, നിതേഷ് അരവിന്ദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർക്ക് എന്നാണ് CBI ഒരു ഇച്ഛിച്ചയായിട്ട് തോന്നി തുടങ്ങിയത്? അവർ പല കേസുകളിലും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി ഭാവിയിലും അവരുടെ കാര്യം പോട്ടെ, ഞാൻ CPM-ന്റെ കാര്യം ചോദിച്ചത് എന്ന നിലപാട് കോൺഗ്രസ്സിനുണ്ടോ? അല്ല, ഞാൻ അതാ പറയുന്നത്, അതിന് മറുപടിയാണ് പറയുന്നത്. ഈ കേസ് പിന്നെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇങ്ങനൊരു കേസ് വന്നാൽ പ്രതിപക്ഷ നേതാവിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തനെതിരെ, ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരത്തിലുള്ളൊരു കേസ് വന്നാൽ അത് പ്രാദേശികമായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾക്ക് അന്വേഷിക്കാൻ സാധ്യമല്ലാത്ത ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ നിർദ്ദേശം? എന്താണ് കോൺഗ്രസിൻ്റെ നിർദ്ദേശം? എന്താണ്? കോൺഗ്രസും ഈ പറയുന്ന ED-ക്കെതിരെയും അതുപോലെ CBI-ക്കെതിരെയും ഒക്കെ നിലപാടെടുക്കുന്നവരാണല്ലോ. ഇത്തരം ഒരു കേസ് വന്നാൽ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിന്, ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ കേരളത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? സാങ്കേതികമായി മറ്റെന്തെങ്കിലും മാർഗം നമ്മുടെ മുമ്പിലുണ്ടോ? ഇവിടെ വളരെ വിശദമായി തന്നെ ഈ കാര്യത്തിൽ അന്വേഷണങ്ങൾ, പരിശോധനകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് സ്പീക്കറോട് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കാലതാമസമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കാലതാമസം വിശ്വസിക്കാവുന്ന ഒരു കാലതാമസമാണോ? ഈ 11 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ സംശയിക്കില്ലേ, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു എഡ്ജ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് CPM ഇങ്ങനെ ചെയ്തതെന്ന് സംശയിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ സംശയിക്കുന്നത് ജനങ്ങൾക്ക് അങ്ങനെ സംശയമൊന്നുമില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾ മാത്രമാണ്. പിന്നെ വളരെ നിസ്സാരമായിട്ട് അത് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്, പ്രളയബാധിതരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളെടുത്ത നിലപാടാണ്, അതിനെയാണോ നിങ്ങൾ വിമർശിക്കുന്നത് എന്നൊക്കെ വലിയ പിന്നെ വൈകാരികമായിട്ട് നിതേഷ് അരവിന്ദ് ഇവിടുന്ന് ചോദിക്കുകയാണ്. അതായത് വളരെ വലിയൊരു അഴിമതി, ഒരു തട്ടിപ്പിന് പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുത്തിരിക്കുന്നതിൻ്റെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വലിയ വിദേശ നാടുകളിൽ പോയി സെമിനാറിനാണെന്നാണ് പോയത് എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പരിസ്ഥിതി സെമിനാറിൽ പങ്കെടുക്കാൻ പോയി എന്നാണ്. എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ പണം പിരിക്കാൻ പോയിട്ടുണ്ട്, എൻ്റെ നാട്ടുകാർക്ക് സഹായിക്കാൻ വേണ്ടി പണം പിരിക്കാൻ പോയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ നൗഫൽ തന്നെ പറഞ്ഞു, ഇവിടെ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് സ്പോൺസർമാരെ കണ്ടെത്തി ആർക്കാണോ ആവശ്യക്കാർ അവരെ നേരിട്ട് ഈ സഹായം എത്തിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് 500 പൗണ്ട് വെച്ചിട്ട് എല്ലാവരും കൊടുക്കണം, അങ്ങനെ എൻ്റെ നാട്ടുകാരെ സഹായിക്കണം എന്ന പ്രസംഗം എന്തിനായിരുന്നു? അതിന് മറുപടി അവരല്ലേ പറയേണ്ടത്. ആ പണം എന്ത് ചെയ്തു, എത്ര രൂപ പിരിച്ചു, ആർക്കൊക്കെ കൊടുത്തു, ഏതൊക്കെ വീട് വെച്ച് കൊടുത്തു? ഇവിടെ 239 വീട് വെച്ച് കൊടുത്തു എന്ന് കോൺഗ്രസിൻ്റെ പല ഹാൻഡിലുകളും പറയുന്നത് കേട്ടു. എവിടെയാണ് വെച്ച് കൊടുത്തത്? നമുക്ക് ആ വീടുകൾ പിന്നെ ആർക്കാണോ കിട്ടിയത് അവരുടെ പൂർണ്ണമായ പിന്നെ അഡ്രസ്സും നമുക്ക് ആവശ്യമില്ല. ഏതൊക്കെ പഞ്ചായത്തിൽ ഏതൊക്കെ വാർഡിൽ എത്ര വീട് കൊടുത്തു എന്നെങ്കിലും പറയാനുള്ള ആർജവം, ആത്മാർത്ഥത ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിജീഷ് അരവിന്ദ് അത് പറയുമെന്ന് ഞാൻ കരുതുന്നു. നിജീഷ്, നേരത്തെയും CPM ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അരവിന്ദ് പറയട്ടെ, എത്ര വീട് ഏതൊക്കെ വാർഡിൽ കൊടുത്തു എന്ന് പറയട്ടെ. യെസ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. നിജീഷ്, ഇത് CPM തുടർച്ചയായി ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് 200 ചില്ലാനും വീടുകൾ പൂർണ്ണമായും, കുറേ വീടുകൾ ഭാഗികമായും
ഭാഗികമായി തകർന്ന വീടുകളും പുനർനിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തയ്യൽ മെഷീൻ വിതരണം, അതോടൊപ്പം തന്നെ ജീവനോപാധികളായ പശു, ആട് തുടങ്ങിയവയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അത് എവിടെയൊക്കെ ആർക്കൊക്കെ എന്നതിനുള്ള കൃത്യമായ കണക്ക് പുറത്തുവിടാൻ കോൺഗ്രസും വി.ഡി. സതീശനും തയ്യാറാകുമോ? തീർച്ചയായിട്ടും അതിലെന്താ സംശയമുള്ളത്? നിങ്ങൾ വാ, പറവൂരേക്ക് വാ, അന്വേഷണാത്മക പത്രപ്രവർത്തനമാകട്ടെ, നമുക്ക് മീഡിയ കൊണ്ട് ഒരുമിച്ച് പോകാലോ, വണ്ടി എടുത്ത് പോകാലോ. നിങ്ങൾ വി.ഡി. സതീശന്റെ ഓഫീസിൽ വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അദ്ദേഹത്തെയും കൂടി CPM-ന്റെ പ്രതിയെയും കൂട്ടാം, ഒരുമിച്ച് പോകാം, നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. പുനർജനി എന്നൊരു പദ്ധതി ഉണ്ടോ, അതോ വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷം അത് വെറുതെ പറയുന്നതാണോ? ഇതൊക്കെ അന്വേഷിക്കലല്ലേ നിങ്ങളുടെയും എന്റെയും മാധ്യമങ്ങളുടെയും ചുമതല. നമ്മൾ പണ്ട് കോയമ്പത്തൂരിലേക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചു കൊടുത്ത വീട് കാണിക്കാൻ നിതേഷ് അരവിന്ദന് തയ്യാറാണെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. അല്ലാതെ സ്പോൺസർമാർ കൊടുത്ത വീടല്ല. പുനർജനി പദ്ധതിയിൽ വിദേശത്ത് നിന്ന് പിരിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ചു കൊടുത്ത വീട് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ നാളെ തന്നെ വരാൻ തയ്യാറാണ്. മിസ്റ്റർ, ഒന്ന്, നിങ്ങൾ ആവർത്തിച്ചു പറയുന്നു തട്ടിപ്പ് എന്ന്. തട്ടിപ്പ് നിങ്ങൾക്കിത് പറയാൻ വേണ്ടി ഒരു TV തുറന്നു വെക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്നത് ശരിയല്ല എന്ന് സ്വയം ഒന്ന് ബോധ്യപ്പെടുന്നത് നല്ലതാണ്. സ്വയം ഒന്ന് വളരെ ഷാനിവ് വരാൻ തയ്യാറാണ്. നിതീഷ് പറയട്ടെ. സുഹൃത്തെ, അല്ല, അദ്ദേഹം വരട്ടെ, അദ്ദേഹം നാളെ തന്നെ വരട്ടെ പറവൂരേക്ക്, നമുക്ക് ഒരുമിച്ച് പോകാതെ. അതിനിടയിൽ കയറിയിട്ട് ഈ തട്ടിപ്പ്, പിന്നെ അദ്ദേഹം നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, എന്ന് മുതലാണ് CBI കോൺഗ്രസിന് വിശ്വാസമായത് എന്നല്ലേ? എന്ന് മുതലാണ് കോൺഗ്രസിന് CBI വിശ്വാസമായത് എന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ഈ 11 മാസക്കാലം ഇത് അടവെച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഈ സാധനം കൊണ്ടുവന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ച്, നിങ്ങളുടെ വിജിലൻസിനെ ഉപയോഗിച്ച് ആ വി.ഡി. സതീശനെതിരെ ഒരു നടപടി എടുക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് കാണിച്ചുകൂടായിരുന്നോ? ഞങ്ങൾക്ക് CBI വിശ്വാസമുള്ളത് ഇടതുപക്ഷ പ്രതിനിധിയായ അദ്ദേഹവും ഞാനും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ വെട്ടി നുറുക്കിക്കൊന്ന CPM കാബാലികർക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ പോലീസ് വിമുഖത കാണിച്ച കാലത്ത് ഞങ്ങൾ CBI വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പെരിയയിൽ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ CBI അന്വേഷണം കേരളത്തിലേക്ക് വരുന്നതിനെ തടസ്സപ്പെടുത്തിയത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. 1.5 കോടി ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത കാര്യം പുനർജനി പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് എങ്കിൽ ഏത് സമയത്തും ആ ക്ലാരിഫിക്കേഷൻ തരാൻ താങ്കൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം അത് പരിശോധിക്കാൻ വരാൻ തയ്യാറാണ് എന്ന് പറയുകയും. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പോകുന്നത് ശ്രീറാം പറക്കാട്ടിലേക്കാണ്. ശ്രീറാം പറക്കാട്ട്, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ നിയമലംഘനമാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്നുള്ളത്. നേരത്തെ CBIക്ക് അദ്ദേഹം പരാതി നൽകിയിരുന്നു, EDക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ അവരൊക്കെ പറഞ്ഞത് ഇത് വിജിലൻസിലേക്ക് പോകട്ടെ, വിജിലൻസ് അന്വേഷിച്ച ശേഷം നമ്മൾ അത് നോക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചിരിക്കുന്നു, റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആദ്യം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ FCRA ലംഘനമുണ്ട്, അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന്. പിന്നീട് മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു. അതേക്കുറിച്ചുള്ള കൃത്യമായ വിവരം നമ്മുടെ അടുത്തില്ല. മൂന്നാമതൊരു റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു അത് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കുറ്റവും സതീശൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ MLAയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നില്ല എന്ന് പറയുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പറയുകയും ചെയ്തു. ഇനി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാവി എന്താണ്? ഇതിൽ അന്വേഷിക്കാൻ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമല്ലേ, അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമത്തിനനുസരിച്ചിട്ടുള്ള ഒരു കുറ്റം ചെയ്തതായിട്ട് പറയുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ആ കാര്യം എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടാവാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ചോദ്യമുള്ളതെന്നുള്ള സാങ്കേതികമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതൊരു പക്ഷേ നടന്നിട്ടുണ്ടാവാം. അതില് ഈ FCRA റെഷീം, അതായത് FCRA നിയമം അനുസരിച്ച് ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് വിദേശത്തിൽ നിന്നും പണം വരേണ്ടതെന്നുള്ള കൃത്യമായ ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് അനുസരിച്ചിട്ടാണോ പണം വന്നിരിക്കുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അങ്ങനെ അല്ലാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇതാണോ FCRA നിയമം ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണോ പണം ഇന്ത്യയിലേക്ക് വരേണ്ടത്, അപ്പൊ ആ ചട്ടക്കൂടുകൾ അനുസരിച്ച് പോകുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അത്തരം ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നേരത്തെ തന്നെ FCRA ലൈസൻസ് ഉള്ള ഒരു അക്കൗണ്ടിലേക്ക്
പണം ചോദിക്കുകയും അങ്ങനെയുള്ളൊരു ചോദ്യമാണോ ചോദിച്ചിരിക്കുന്നത്, അതോ കോൺഗ്രസിന്റെയോ സതീശന്റെയോ ഹാൻഡിൽ നിന്നോ അല്ലെങ്കിൽ അവർ കോൺഗ്രസ് പാർട്ടിയുടെ എന്താ പറയുക ആളുകളായിട്ടാണോ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ളത് അന്വേഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല. എത്ര തന്നെ അന്വേഷിച്ചാലും സാങ്കേതികമായിട്ടുള്ള ക്രമക്കേടുകളിൽ അതീതമായിട്ട് ക്രമക്കേടുകൾ ഉണ്ടാവില്ല എന്നും ഒരു പരിധി വരെ വ്യക്തമല്ലേ? കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിനനുസരിച്ചിട്ടുള്ള ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ? എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യതിന്യായങ്ങൾ മാറ്റിവെച്ചാൽ തന്നെ എല്ലാവർക്കും നല്ലൊരു കാര്യമല്ലേ ഇന്ത്യയിലേക്ക് പണം വരുന്നത് FCRI നിയമം അനുസരിച്ചിട്ടാണോ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്, അത് എന്ത് ശിക്ഷ ലഭിക്കേണ്ട കുറ്റമാണ്? അറ്റ്ലീസ്റ്റ് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് തന്നെയാണ്. അപ്പൊ അതിൽ ആരെയും തന്നെ ഇതിപ്പോ കാര്യം ചെയ്തത് നല്ലതാണെന്നുള്ളത് കൊണ്ട് മാത്രം ഈ FCRI നടപടികൾ ക്രമം അല്ലാത്ത രീതിയിൽ ഈ കേരളത്തിലേക്ക് പണം ഉണ്ടാക്കുന്ന ഇതിന്റെ സ്വകാര്യതയെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം ഫൈനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള കുറ്റകൃത്യങ്ങൾ മാത്രമാണ് വരുന്നുണ്ടെങ്കിൽ പോലും അത് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സ്വകാര്യതയെ ബാധിക്കും. നമ്മൾ ആരെങ്കിലും വിദേശത്തിൽ നിന്ന് പണം അയക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ വിനിയോഗിക്കപ്പെടുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ചട്ടക്കൂടുകൾ അനുസരിച്ച് ജോലി ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ ഭേദം. അപ്പോൾ അതല്ലാത്ത രീതിയിലാവാം എന്നുള്ളതിന്റെ സംശയങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിൽ ആണ് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏത് രീതിയിലുള്ള ചെറിയ ഷാനിബ്, നമുക്കറിയാം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട CPI ബന്ധമുള്ള ആളുകൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു, അവർ അറസ്റ്റിലായിരിക്കുന്നു, ജാമ്യം പോലും ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശം ഒരു ഭാഗത്തിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹത്തിന് വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിലും CPM പഴി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു മുൻ മന്ത്രിക്ക് അടിവസ്ത്രം മാറ്റിയതിൻ്റെ പേരിൽ, ഒരു മയക്കുമരുന്ന് കേസിൽ അടിവസ്ത്രം മാറ്റിയതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ LDF ഒരു ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു കേസുമായി വരുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്ന് തന്നെയല്ലേ ആളുകൾക്ക് തോന്നുക? കോൺഗ്രസിൻ്റെ അങ്ങനെയുള്ള ഒരു ആരോപണത്തിൽ എന്താണ് മറുപടി? നിങ്ങൾ ഓർത്തെടുത്ത് 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ VD സതീശന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പ്, ഇത് ഒന്നാം പ്രളയ തട്ടിപ്പ് അല്ല. ഇതിൽ സഹായിക്കാനാണെന്ന് പറഞ്ഞു. ഷാനിബ്, തട്ടിപ്പ് എന്താണ്? ഇത് FCRI ലംഘനം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ല, ഒരു സാങ്കേതിക പ്രശ്നമാണ്. ഇതിൽ ഈ വിഷയത്തിലെ തട്ടിപ്പ് എന്താണ്, അഴിമതി എന്താണെന്ന് ഷാനിബ് വിശദീകരിച്ചിട്ടില്ല. ഞാൻ പറയാം. ഓക്കെ, 2 മിനിറ്റ് നിങ്ങൾ മിണ്ടാതെ കേട്ടാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഏതെങ്കിലും ഒരു വിദേശ നാണ്യ വിനിമയത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്ന ലംഘനം എന്ന നിലയിൽ മാത്രമല്ല ഇതിനെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തട്ടിപ്പെന്ന് പറയുന്ന ഇത് ഒന്നാം പ്രളയ തട്ടിപ്പാണ്. ഇതെന്താണ് തട്ടിപ്പ്? വിദേശത്ത് നിന്ന് ഇവർ പിരിച്ച പണം എത്ര കോടി പിരിച്ചു, ആർക്കൊക്കെ കൊടുത്തു എന്നതിൻ്റെ കണക്ക് നൗഫലിൻ്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ UDF കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇദ്ദേഹം നാട്ടിൽ ഉണ്ടാക്കി കൊടുത്ത വീടുകൾ എന്ന് പറയുന്നത് ഓരോ സ്പോൺസർമാരും നേരിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തതാണ്. അങ്ങനെ നേരിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനിടയിൽ എന്തിനാണ് വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ പിരിച്ചത്, ആ പിരിച്ച പണം എന്ത് ചെയ്തു എന്നതാണ് ഇതിനകത്ത് തട്ടിപ്പെന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ തട്ടിപ്പ് നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. രണ്ടാമത്തെ തട്ടിപ്പ് ഈ വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീണ അവിടെ മൃതദേഹത്തിൻ്റെ മണം പോലും മാറാത്ത മണ്ണിൽ നിന്ന് പണം പിരിച്ചിട്ട് ആ പണം കോടിക്കണക്കിന് രൂപ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് അവിടെ ഇരുന്നിട്ട് പാവങ്ങളെ സഹായിക്കുന്നതാണോ നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിക്കുന്നത്. ആ പ്രളയ ഫണ്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പിരിച്ച പണം എത്ര, ആർക്കൊക്കെ വീട് കൊടുത്തു, ഏതൊക്കെ മാസങ്ങളിൽ നിങ്ങൾ കല്ലിട്ടു, ഏതൊക്കെ പഞ്ചായത്തിൽ നിങ്ങൾ പോയിട്ട് അഡ്വാൻസ് കൊടുത്തു, നിങ്ങൾ അവിടെ അഡ്വാൻസ് കൊടുത്തു, ഇവിടെ അഡ്വാൻസ് കൊടുത്തു, ഇന്ന ദിവസം തറക്കല്ലിടും എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം ഈ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന നിങ്ങൾ, ഇത് രണ്ടാമത്തെ തട്ടിപ്പാണ്. ദുരന്തബാധിതരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ പിരിവ് നടത്തുന്ന രണ്ടാമത്തെ തട്ടിപ്പാണിത്. അപ്പോൾ കോൺഗ്രസ് ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും എല്ലാ തട്ടിപ്പിനെയും നമുക്ക് ശബരിമല പറഞ്ഞ് അതിനെ 2 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറയുന്നത് ഈ കണക്കുകൾ അവതരിപ്പിച്ചില്ല എന്നത് മാത്രമാണ് തട്ടിപ്പ്. ഈ കണക്കുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം
മേൽവിലാസം കണ്ടാലല്ലേ അത് തട്ടിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അവതരിപ്പിച്ചില്ല കുറെ പണം പിരിച്ചു, അവതരിപ്പിച്ചില്ല അത് ഉപയോഗിച്ചില്ല, എന്നല്ല. അത് വേറെ വഴിക്ക് ചിലവഴിച്ചു എന്നതിനൊക്കെയുള്ള തട്ടിപ്പ് എന്ന് പറയാം. അങ്ങനെ തട്ടിപ്പിനെ കുറിച്ച് താങ്കൾ ഇതുവരെ പറഞ്ഞില്ല. താങ്കൾ ഈ പിരിച്ച പണം എത്ര, ഉപയോഗിച്ച പണം എത്ര എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ല നൗഫൽ തന്നെ ചോദിച്ച ചോദ്യം എന്താ? ഞാനിത് ആദ്യം ഉന്നയിച്ചപ്പോൾ നൗഫൽ എന്നോട് പറഞ്ഞത് എന്താ? പുനർജനി എന്ന് പറയുന്ന പദ്ധതി ഓരോ അർഹതപ്പെട്ട ആളുകളെയും കണ്ടെത്തി സ്പോൺസർമാരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ്. അവർക്ക് എന്താണ് ആവശ്യമുള്ളത് സ്പോൺസർമാരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുക എന്നങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വിദേശത്ത് പോയിട്ട് ഇത്ര 500 പൗണ്ട് വേണമെന്ന് പറഞ്ഞ് പണം പിരിച്ചത്? അത് ആർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് പിരിച്ചത്? അത് ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടാണോ പിരിച്ചത്? ആ പിരിച്ച പണം എന്ത് ചെയ്തു എന്നതിൻ്റെ കണക്ക് നമുക്ക് അറിയണം എന്നുള്ളത് മാത്രമല്ല, ആ പണം ചെലവഴിച്ചിട്ടില്ല, ആളുകൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ആ പണം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. അവിടുത്തെ ആസ്റ്റർ ഫൗണ്ടേഷനെ പോലെയുള്ള, അതുപോലെ കൊച്ചിയിലെ മറ്റ് സംഘടനകളും വ്യക്തികളും നൽകിയ വീടുകളുടെ മേൽ പുനർജനി എന്ന ബോർഡ് വെച്ചതല്ലാതെ വിദേശത്ത് പോയി പല സ്ഥലങ്ങളിലും പോയി ഞാൻ പണം പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന VD സതീശൻ ആ പിരിച്ച പണം കൊണ്ട് നിർമ്മിച്ച ഒരു വീടെങ്കിലും, ഞാനിതാ ഇന്ന സ്ഥലത്ത് പോയി പിരിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീട് എന്ന് പറഞ്ഞ് ഒരൊറ്റ വീടെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഓരോ വീടും ഓരോ വ്യക്തിയും കൊടുത്തതാണ്. നിജേഷിലേക്ക് വരാം. അല്ല, നിജേഷിന്റെ സമയം ഇപ്പൊ വരും. നിജേഷിലേക്ക് ഇപ്പൊ വരും. എത്ര രൂപ പിരിച്ചു, ആ പിരിച്ചത് വീട് നിർമ്മിച്ച കണക്ക് പറയണം. ഒരു ചങ്ങാതി ഒരു പാർട്ടിയുടെ ലെയറിൽ ജില്ലാ സെക്രട്ടറി വന്നിട്ട് അല്ല നിജേഷ്, അങ്ങനെ സംസാരിക്കരുത്. അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. ഒരു മിനിറ്റ് രണ്ടുപേരും. നിജേഷ് അല്ല, ഷാനിബ് ഒരു മിനിറ്റ്. നമ്മുടെ അതിഥിയാണ് ഷാനിബ്. അതുകൊണ്ട് ഷാനിബിന് മേൽവിലാസമില്ല എന്നൊന്നും ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് വാദം ഖണ്ഡിക്കാനുള്ള വാദങ്ങൾ പറയാമെന്നല്ലാതെ നമ്മൾ അതിഥിയായി വിളിച്ച ഒരാൾക്ക് മേൽവിലാസമില്ല എന്ന് ആക്ഷേപിക്കരുത്. സമയം തരും. ഷാനിബിന്റെ സമയം കഴിഞ്ഞു. ഇനി നിജേഷ് സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞു ഒന്നാം പ്രളയ തട്ടിപ്പ് അല്ലെ തുടക്കം മുതൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കല്ലാതെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ഞാൻ 30 സെക്കൻഡ് ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ സംസാരം നിർത്താം. ഒരൊറ്റ ചോദ്യം കൂടെ. നിജേഷ്, എനിക്ക് മേൽവിലാസമില്ല, എനിക്ക് നിജേഷ് ഒരു മിനിറ്റ്. ഷാനിബിന് ഒരു 30 സെക്കൻഡ് കൂടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമുണ്ട്. ഷാനിബ് ചോദിച്ചോളൂ പെട്ടെന്ന്. ഒരൊറ്റ ചോദ്യം. ഓക്കെ. നിങ്ങൾ തുടക്കം മുതൽ പറയുന്നത് VD സതീശനെ തകർക്കാൻ വേണ്ടി CPM ഉണ്ടാക്കുന്ന കഥയാണ്. VD സതീശനെ UDF തകർക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റാണ് അങ്ങ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ചർച്ചയിൽ മറുപടി പറയൂ. നിങ്ങൾ ഈ പറയുന്ന വിദേശത്ത് നിന്ന് പിരിച്ച പണം 500 പൗണ്ട് എന്ന് പറയുന്നതിന് തെളിവുണ്ട്, ബാക്കി പിരിച്ചതിനൊന്നും തെളിവില്ല. ആ പിരിച്ച പണം നിങ്ങൾ എവിടെ ചെലവഴിച്ചു, ആർക്ക് കൊടുത്തു, എന്തൊക്കെ ചെയ്തു? ചോദ്യം വ്യക്തമാണ്. നിജേഷ് മറുപടി പറയാം. ഈ ഇങ്ങനെ പണം പിരിച്ചിട്ടുണ്ടോ, ആ പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹത്തിന് ചോദ്യം. നിജേഷിന് മറുപടി പറയാം. നമ്പർ 1, ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മോനെ, നീയല്ല, നിങ്ങളുടെ സാക്ഷാൽ സംവിധാനമുണ്ടല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചാൽ ഈ ഒരു ചർച്ചയിൽ എന്നെ വ്യക്തിപരമായിട്ട് നീ എന്നും നിജേഷ് നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. നീ എന്നൊക്കെ നിജേഷിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെ നിങ്ങൾ VD സതീശനെ സാധിക്കില്ല. അവിടെ എഴുതി വെച്ചോ. CPM-ന് കൂടെ നിൽക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം. നീ എന്നൊക്കെ നിജേഷ് സംസാരിക്കട്ടെ പ്ലീസ്. നിജേഷ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. മര്യാദക്ക് സംസാരിച്ചോ. തുടക്കം മുതൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചർച്ച എനിക്ക് ബോധ്യമുള്ള നിങ്ങൾ ആലോചിക്കേ ചർച്ചകൾ ദയവായി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകരുത്. ദയവായി നമ്മൾ വിഷയത്തിൽ ഊന്നി സംസാരിക്കും പ്ലീസ്. ദയവായി പ്രയോഗിച്ചോ ആ സംസ്കാരം, നിങ്ങൾ പ്രയോഗിച്ചോ? അല്ല, ആ സംസ്കാരമൊക്കെ നിങ്ങൾ കണ്ണാടിയിൽ വെച്ച് നോക്ക്. നിജേഷ്, താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. താങ്കൾ വിഷയത്തിൽ മറുപടി പറയും. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഖണ്ഡിക്കാനുള്ള മറുപടി ഉണ്ടെങ്കിൽ അത് പറയും. മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്പർ 1 VD സതീശനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇന്ന് കേരളത്തിൽ. 2, ഇടതുപക്ഷ സർക്കാർ ഏതു കാലത്തും തുടങ്ങിയ പരിപാടിയാണ്. കരുണാകരനെതിരെ പാം ഓയിൽ കേസ് പറഞ്ഞുകൊണ്ട് കുറെ കാലം കൊണ്ടു നടന്നു, എവിടെയും എത്തിയില്ല.
ഉമ്മൻചാണ്ടിക്കെതിരെ വീണ്ടും CBI അന്വേഷണം എന്ന് പറഞ്ഞ് കുറെ കാലം കൊണ്ടു നടന്നു. അതും എവിടെയും എത്തിയിട്ടില്ല. ഏത് കാലത്തും ഭരണ സംവിധാനം ഉപയോഗിച്ച് പരാജയപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് CPM-ന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ അവസാനമാണ് ഇവിടെ കാണുന്നത്. ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരമാകുമ്പോഴേക്കും അത് പൊട്ടിപ്പോയി, ഇല്ലാതായി പോയി എന്നുള്ളതാണ് നമ്മുടെ വിജിലൻസിന്റെ കമ്മീഷണർ കാർത്തിക്കിന്റെ അന്വേഷണ റിപ്പോർട്ട് ഏറ്റവും അവസാനം വന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, പിണറായി ഭരണകൂടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിജിലൻസ് അന്വേഷിച്ച മുഴുവൻ രേഖകളും പബ്ലിക് ആക്കട്ടെ, പുറത്തേക്ക് വിടട്ടെ. നമുക്ക് മനസ്സിലാക്കാമല്ലോ വിജിലൻസ് എന്ത് അന്വേഷിച്ചു. VD സതീശൻ പണം പിരിച്ചോ പിരിച്ചില്ലയോ? ഞങ്ങൾ ഇവിടെ തീർത്തു പറയുന്നു, VD സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടില്ല. അതാണല്ലോ ചോദ്യം. വിദേശത്ത് പോയി പണം പിരിച്ചിട്ടില്ല. വിദേശത്ത് പോയി പണം പിരിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി FCRA അക്കൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം നടന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ FCRA അക്കൗണ്ടുകൾ ഇല്ലാതായ മരവിപ്പിച്ച കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് FCRA അക്കൗണ്ടിലൂടെ ഇല്ലാത്ത കഥ പറഞ്ഞോ രേഖ വെച്ചുകൊണ്ടോ പണം പിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ പണം പിരിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കാൻ ആവശ്യമായ സംവിധാനമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വിശിഷ്യ CPM-നോ ഈ കേസിൽ നേരിട്ട് പോയി പരാതി കൊടുത്ത് VD സതീശനെതിരെയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഞങ്ങൾ സർവാത്മന ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. CBI-യോ ED-യോ അതിനപ്പുറത്ത് എന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനമോ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. നട്ടലുള്ള പോലീസ് സംവിധാനമുണ്ട് എങ്കിൽ, ആത്മാഭിമാനമുള്ള പോലീസ് സംവിധാനമുണ്ട് എങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ വരാൻ പോകുന്ന 3 മാസം കൊണ്ട് ത്വരിതമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് VD സതീശനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അന്വേഷണത്തിൽ ഒരു FIR എങ്കിലും, മറ്റൊന്നും ഞാൻ പറയുന്നില്ല, FIR പോലും ഇടാൻ സാധിക്കാത്ത നിങ്ങൾക്ക് ഒരു FIR എങ്കിലും ഇടാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ട് എങ്കിൽ വളരെ നല്ലതാണ് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഷാനിബ്, 5 വർഷമായി FIR പോലും ഇടാൻ പറ്റാത്തൊരു കേസിൽ ഏത് അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി എന്താണ് പരാതി? ഇവരുടെ ആത്മവിശ്വാസം എന്താണെന്നറിയോ? ഈ VD സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ളത് VD സതീശൻ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ ആരുമല്ല പറഞ്ഞത്. പക്ഷെ അത് VD സതീശന്റെ അക്കൗണ്ടിലൂടെയാണോ വന്നത്, വേറെ ഏതെങ്കിലും ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലൂടെയാണോ വന്നത് എന്നതിലുള്ള ആത്മവിശ്വാസമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ആ ഫൗണ്ടേഷനുമായിട്ട് ഇദ്ദേഹത്തിന്റെ ബന്ധം എന്താണെന്ന് പുറത്തു വരട്ടെ. ഞാനല്ലല്ലോ പറഞ്ഞത്. VD സതീശൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ പിരിച്ചിട്ടുണ്ട്, ഞാൻ പിരിച്ചു, അവിടെ കോർഡിനേറ്റ് ചെയ്ത പണം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാനാണോ? അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ലേ. ഞാൻ ചോദിക്കുന്നത്, ആ പിരിച്ച പണം എത്ര കോടി വന്നു? ആ വന്ന പണം ഇതാ ഞങ്ങൾ ഇന്ന കാര്യത്തിന് മനുഷ്യ സ്നേഹത്തിന്റെ ആരൂപമായ VD സതീശൻ. നൗഫൽ, ആ പത്രസമ്മേളനം ഒന്ന് കാണിക്ക്. ഇല്ലാത്ത കാര്യം പറയല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് എന്റെ വിയോജിപ്പ്. തുടങ്ങിയ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആവർത്തിച്ചു ഒരു നുണ പലതവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന സിദ്ധാന്തം VD സതീശൻ ഞാൻ പണം പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ പത്രസമ്മേളനം ഒന്ന് കാണിക്കേ. കേട്ടോ ചുരുക്കത്തിൽ സതീശൻ എന്താണ് അത് പോട്ടെ, അത് നമുക്ക് ഇനി സമയം കുറവുണ്ട് ഷാനിബെ, നമുക്കത് തുടരാലോ. കേട്ടോളൂ. അല്ല, ഒന്ന് കേൾക്കൂ. നാട്ടുകാർക്ക് വേണ്ടിട്ട് ബർമിംഗ്ഹാമില് ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി. ഞാൻ എന്ത് സഹായമാണ്? അല്ല, അത് അദ്ദേഹം സതീശൻ നിയമസഭയിൽ കൂടി വ്യക്തമാക്കിയതാണല്ലോ. നിയമസഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെ ഞാൻ ഒരാൾ സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഒന്നാണോ? സഹായം അല്ല, ഇതാ പറയാം. പറയുന്നുണ്ട്, അതിൽ തന്നെ പറയുന്നു എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹം നിങ്ങൾ നേരത്തെ മുതൽ പറയുന്നത് VD സതീശൻ കോടികൾ പിരിച്ചിട്ടുണ്ട് എന്നാണ്. അത് എവിടെയാണ് ആവർത്തിച്ചു പറയല്ലേ? അതെ. ഓക്കെ ഷാനിബ്, വിജേഷ് അരവിന്ദ്, ശ്രീറാം പറക്കാട്ട്, നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നിജേഷിനും ഷാനിബിനും ഒപ്പം ശ്രീറാം പറക്കാട്ടിനും ഒപ്പം ജെയ്സനും നന്ദി രേഖപ്പെടുത്തുന്നു.